ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് വേണ്ടി എന്താണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം പിശാചിൻ്റെ കയ്യിലെ വെറും പാവകളും പന്തുകളുമായി നമ്മൾ തീരും അല്ലേ. പിശാച് അവന് തോന്നുന്ന ഡയറക്ഷനിലൊക്കെ നമ്മളെ തട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു അറിവില്ലാത്തത് കൊണ്ട് അല്ലേ. ദൈവം എന്തെന്നും ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ അറിവില്ലാത്തവരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും പിശാച് നമ്മളെ ഇട്ട് വട്ടം തിരിക്കുകയും ചെയ്യും. നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് അവൻ കൊണ്ടുപോവുകയും ചെയ്യും അല്ലെ. നമുക്കറിയാം, നമ്മുടെ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. ക്രോസ് ഓഫ് കാൽവരി നമ്മളെയും അവൻ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷനുമാക്കി അല്ലെ. എന്താ രാജകീയ പുരോഹിത വർഗമാക്കി അല്ലെ. രാജാക്കന്മാരാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ് യേശു ക്രിസ്തു. ഇന്ന് അവൻ്റെ ഒപ്പം അവനിൽ നമ്മൾ ഹെവൻലി റിലംസിൽ അല്ലെ, സ്വർഗീയ മണ്ഡലത്തിൽ നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരത്തെയാണ് കാണിക്കുക. രാജാക്കന്മാർ ഇരിക്കുകയാണ്, പ്രജകൾ നിൽക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ പൊസിഷൻ. ഇന്ന് നമ്മൾ ഇരിക്കുന്നവരാണ്, പക്ഷെ നമ്മളെ രാജാക്കന്മാരെ ആക്കിയിരിക്കുന്നു. അപ്പൊ അതറിയാതെ പിന്നെയും നമ്മൾ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ദൈവത്തെ പറ്റി അധികം അറിവൊന്നുമില്ല. അപ്പൊ പിന്നെയും നമ്മളെ ഇട്ടോട് പിശാചിന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. ഒരു കാലത്ത് ഞങ്ങളുടെ ട്രസ്പാസ്, ഒരു കാലത്ത് ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇന്ന് അങ്ങയുടെ ഒപ്പം കർത്താവോടൊപ്പം ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് അങ്ങയുടെ ഒപ്പം ഞങ്ങൾ ഇരുത്തിയിരിക്കുക. അതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളോട് എന്നുകൊണ്ട് കർത്താവോടൊപ്പം, അത് അങ്ങയുടെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ സ്ഥാനം എന്നുള്ളത് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ ദൈവമേ കർത്താവെ. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങേനെ പറ്റി അറിവില്ല ഞങ്ങൾ ഒരിക്കൽ പോലും നശിപ്പോളായിട്ട് വരുത്താതിരിക്കട്ടെ. യേശുവിൻ നന്ദി പിതാവേ. പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പിതാവേ. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണം പിതാവേ. അങ്ങേക്കായിട്ട് മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് എബ്രായർക്ക് ലേഖനത്തിലേക്ക് പോയി എബ്രായർക്ക് ലേഖനത്തിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 8 വരെയുള്ള ആ വാക്കുകൾ ആദ്യം ഒന്ന് വായിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 11ഉം 12ഉം പിന്നെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും വായിക്കാം. ആദ്യമായിട്ട് വായിക്കുന്ന എബ്രായർക്ക് ലേഖനത്തിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: എന്നാൽ ആദ്യ നിയമത്തിലും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായി വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിനു വിശുദ്ധ സ്ഥലം എന്നു പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്നു കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കിറൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്നൊന്നായി വിവരിക്കാൻ കഴിയില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻ കൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലേക്കോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്കു വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഇനി ഇതേ ചാപ്റ്റർ തന്നെ 11ഉം 12ഉം കൂടെ വായിക്കുന്ന വാക്കുകൾ: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും ദൈവവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പൊ നമുക്കറിയാം, യേശുക്രിസ്തു നമ്മുടെ ഹൈ പ്രീസ്റ്റ് ആണ് അല്ലെ, നമ്മുടെ മഹാപുരോഹിതനാണ്. അപ്പൊ ആദ്യം വായിച്ച 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. സമാഗമന കൂട അല്ലെ, ടാബർനാക്കിൾ അല്ലെ. ടാബർനാക്കിളിനെ പറ്റി പറഞ്ഞപ്പോ ടാബർനാക്കിൾ നമുക്കൊരു 3 പാട്ടുകളാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് മനുഷ്യരും ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം നമുക്കറിയാം ഔട്ടർ കോട്ടിയാണല്ലോ. കോട്ടിയാടെന്ന് പറയുമ്പോൾ അത് അവിടെയാണ് ഇങ്ങനെ ബലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, വാഷിങ്ങും അല്ലെ, ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ആ ഭാഗം. അത് കഴിഞ്ഞത് ഇത് എന്താ പറയുക, ഹോളി പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധമായിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ വായിച്ചത് തന്നെ ഷോബ്രെഡ് ഉണ്ട്, അവിടെ ഒരു നിലവിളക്കുണ്ട്, കാഴ്ചയപ്പമല്ല നിലവിളക്കുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്താ പറയാ, പ്രീസ്റ്റുമാർക്ക് അവിടെ പോകാൻ
അതിന്റെ കാഴ്ചയപ്പമൊക്കെ മാറ്റാം. ആ നിലവിളക്കിലെ കരിയെല്ലാം കളഞ്ഞിട്ട് അത് പിന്നെയും എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെ ഇങ്ങനെ ലിറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഹോളി ഓഫ് ഹോളീസ്, ഏറ്റവും അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു പ്രാവശ്യം മാത്രം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ആരന്റെ അല്ലെ അഹരോന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾക്ക് അല്ലെ ആ ഒരു പ്രീസ്റ്റ്ഹുഡ്, ആ ഒരു ലീനിയേജിൽ വരുന്ന ഒരു തായ് വഴി അല്ലെ, തായ് വഴി എന്നൊക്കെ പറയാൻ പറ്റും, അഹരോന്റെ മക്കളിൽപ്പെട്ട ഒരാൾക്ക് അല്ലെ പ്രീസ്റ്റ് ആയിട്ട് വരുന്ന മഹാപുരോഹിതനായിട്ട് വരുന്ന വ്യക്തിക്ക് മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം കയറാൻ പറ്റും. അതും രക്തമില്ലാതെ കയറാൻ സാധിക്കത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്, 8ാമത്തെ വാക്ക് പറയാം, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്ക് വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു വന്ന കാര്യം പറയാൻ വിട്ടുപോയും, മനുഷ്യരും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇപ്പൊ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം തൊട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലം ആദ്യം, പിന്നെ ഹോളി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള ആ സ്ഥലം. അപ്പൊ ഷോബ്രഡിലെ ആ നിലവിളക്കും മേശയും കാഴ്ചയപ്പം ഉണ്ടായിരുന്ന ആ സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഔട്ടർ കോർട്ട് അല്ലെ, ഏറ്റവും എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയുക സാക്രിഫൈസ് ഒക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിലുള്ള പാർട്ടാണ് നമ്മുടെ സ്പിരിറ്റ് അല്ലെ, നമ്മുടെ ആത്മാവ് എന്ന് പറയും, ഏറ്റവും ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സോൾ എന്ന് പറയുന്നത്, അപ്പൊ സോളാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ അവിടെയാണ് ഏറ്റവും ഉള്ളിലുള്ള സ്പിരിറ്റില് നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, പുതിയതായിട്ട് വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ, പറയുന്നത് അവരുടെ ആത്മാവ് ഇന്ന് ജീവിക്കുന്ന ആത്മാവാണ്. അത് ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കണക്റ്റഡ് ആണ്, ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്, ഏറ്റവും ഉള്ളിൽ എന്താ പറയുക സ്പിരിറ്റിനോടാണ്. അത് കഴിഞ്ഞ് വരുന്നത്, അതിന്റെ മുമ്പിലായിട്ട് വരുന്നതാണ് എന്താ പറയുക സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലം. അപ്പൊ വിശുദ്ധ സ്ഥലമാണ് നമ്മുടെ ഐഡന്റിറ്റി. അവിടെയാണ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ നമ്മുടെ മനസ്സ് കണക്റ്റഡ് ആയിരിക്കുന്നത്, നമ്മുടെ കോൺഷ്യൻസും അങ്ങനെ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആയി നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ എന്താ പറയാ സോള് എന്ന് പറയല്ലേ. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ ബോഡി, നമ്മുടെ ശരീരം. അപ്പൊ മനുഷ്യർക്ക് 3 പാർട്ട് തന്നെയാണ് ഉള്ളത് അല്ലെ. ദൈവം എന്താ പറയുക നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും മറ്റും കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല. ആരന്റെ അല്ലെങ്കിൽ അഹരോന്റെ അഹരോന്റെ കുടുംബത്തിൽപ്പെട്ട അവരുടെ മക്കൾക്ക് മാത്രം, മക്കൾ എല്ലാവർക്കും ചാടി കയറാൻ പറ്റത്തില്ല. മഹാപുരോഹിതനായിട്ട് ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ള പാപത്തിനായിട്ടും പിന്നെ പുരോഹിതന്റെ പാപത്തിനുമായി അതിനായിട്ടുള്ള ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായിട്ട്, കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായിട്ട് അകത്ത് ഒരു പ്രാവശ്യം വരാം. അപ്പൊ അഹരോന്റെ എന്താ പറയുക ട്രൈബ് എന്ന് പറഞ്ഞാൽ ലീവൈ അല്ലെ, ലെവിറ്റിക് ലീവൈസ് അല്ലെ, ലേവി കുടുംബം. ലെവിറ്റിക്കസ് ബുക്കാണല്ലോ. അപ്പൊ ലേവി കുടുംബത്തിൽ പെട്ടവര് അല്ലെ, ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ലേവി ഗോത്രക്കാർ ദൈവം പുരോഹിതന്മാരായിട്ട് തെരഞ്ഞെടുത്തതാണ്. ദൈവമാണ് ലേവി ഗോത്രക്കാരുടെ ഉള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള ട്രൈബുകൾക്കെല്ലാം ഗോത്രത്തിൽപ്പെട്ടവർക്ക് എല്ലാം ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ലേവി ട്രൈബുകാരോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് നിന്റെ എന്താ പറയുക അവകാശം എന്ന് പറഞ്ഞു. ഇപ്പൊ ദൈവം അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം ഉണ്ട്, നമുക്കറിയാം, നമുക്ക് പിന്നെ പറഞ്ഞു വരും അല്ലെ. അപ്പം ലേവി ട്രൈബിൽപ്പെട്ട മഹാപുരോഹിതന് മാത്രം എൻട്രി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് എന്താണ് നമ്മുടെ യേശുക്രിസ്തു ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ 12ാമത്തെ വാക്ക് പറഞ്ഞു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് അല്ലെ, കൈപ്പണികളില്ല
കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും മികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മഹാപുരോഹിതനായിട്ട് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ലെ, നമുക്കറിയാം ജോണിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു തന്നെ പൈലറ്റിന്റെ മുമ്പ് വെച്ച്, പിലാത്തോസിന് മുമ്പ് വെച്ച് പറഞ്ഞതാണ് താൻ രാജാവാണെന്നുള്ള കാര്യം പറഞ്ഞതാണ്. അല്ലെ, അപ്പൊ രാജാവാണ്, മഹാപുരോഹിതനുമാണ്. അല്ലെ, അപ്പൊ മെൽക്കിസദേക്കിന്റെ ലീനിയേജിൽപ്പെട്ട ലീനിയേജിൽപ്പെട്ടതല്ല, മെൽക്കിസദേക്കിനെ പോലെ തന്നെ. അല്ലെ, മെൽക്കിസദേക്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞേക്കുക, അദ്ദേഹത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. അല്ലെ, എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് അവസാനിച്ചതെന്ന് അറിയത്തില്ല. അച്ഛനാരും അമ്മയാരെന്നുള്ള കാര്യം അറിയത്തില്ല. അല്ലെ, അദ്ദേഹം രാജാവാണ്, അദ്ദേഹം മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശുക്രിസ്തു. അപ്പൊ മെൽക്കിസദേക്കിനെ പറ്റി പറഞ്ഞു എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിന്റെ ഒരു യേശുക്രിസ്തു അപ്പിയർ ചെയ്തതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, എബ്രഹാം നമ്മുടെ ലോത്തിനെയും ആൾക്കാരെ എല്ലാം പിടിച്ചതിന് വന്നതിന് ശേഷം ലോത്തിനെ അവരുടെ കൂട്ടത്തിലുള്ളവരെ എല്ലാവരും രാജാക്കന്മാര് പിടിച്ചോണ്ട് പോയി. അല്ലെ, ബന്ദികളായിട്ട് പിടിച്ചോണ്ട് പോയപ്പോ അവിടെ നിന്നെല്ലാം കൊണ്ടുവന്നു എന്താ പറയുക, സെർവന്റുമാരുമായിട്ടും എല്ലാം പോയിട്ട് പിടിച്ചോണ്ട് വന്നതിന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതിന് ശേഷം അല്ലെ, എബ്രഹാമിന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ട മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞ ക്രിസ്റ്റോഫിനി അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തില് എബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു മഹാപുരോഹിതനാണ്, രാജാവാണ്. അപ്പൊ മഹാപുരോഹിതനും മഹാപുരോഹിതന് ഹോളി ഓഫ് ഹോളീസിലേക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് ചെല്ലാം. പക്ഷെ രാജാവിന് ചെല്ലാൻ പറ്റത്തില്ല. രാജാവിന് ചെല്ലാൻ പറ്റുമായിരുന്നു, ഡേവിഡിന് കയറാൻ പറ്റും. അപ്പൊ ഉസയ എന്നുള്ള രാജാവ് കേറി ആവശ്യമില്ലാത്ത എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രീസ്റ്റുമാർക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് പിന്നെ ലെപ്രസി ആയിട്ട് കുഷ്ഠമായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടി വന്നത്. അല്ലെ, അഹങ്കാരം മൂത്തിട്ട് ചെയ്ത കാര്യം. അപ്പൊ രാജാക്കന്മാർക്ക് കയറാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ യേശു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ പറയുക, കൈപ്പണിയാൽ പണിതിരിക്കുന്ന ഈ കൂടാരത്തിലല്ല. അല്ലെ, നമുക്കറിയാം ഇത് ലോ എന്ന് പറഞ്ഞു 10ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ന്യായപ്രമാണം അതിന്റെ പാട്ടായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ല, നിഴല് മാത്രമാണ്, ശരിക്കുമുള്ള കാര്യങ്ങളല്ല. അല്ലെ, അപ്പൊ ശരിക്കും ആയിട്ടുള്ള ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അല്ലെ, ദൈവത്തിന്റെ സന്നിധിയിലെ സ്വന്തം രക്തം കൊണ്ട് യേശുക്രിസ്തു എന്താ പറയുക കയറിയിരിക്കുകയാണ്. അല്ലെ, മഹാപുരോഹിതനായിട്ട് കിങ്ങായിട്ട് കയറിയിരിക്കുകയാണ്. അത് നമ്മൾക്ക് ആയിട്ടുള്ള ഒരു എൻട്രി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 10ാമത്തെ ചാപ്റ്ററിന്റെ 11 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഏത് പുരോഹിതൻ 10ാമത്തെ എബ്രായർക്ക് ലേഖനത്തിന്റെ 10ന്റെ 11 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ച് പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു വാക്ക് എന്താ വെച്ചാൽ 12ാമത്തെ വാക്ക് ഇവിടെ യേശുവോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലഭാഗത്ത് ഇരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മള് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ ന്യൂ കിങ് ജെയിംസ് വേർഷൻ അതുപോലെ വേറെ കുറെ വേർഷനുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ മാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദ മാൻ എന്നൊരു ബട്ട് ദിസ് മാൻ എന്നാ ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് മാൻ ക്യാപിറ്റൽ എം കൊടുത്തിരിക്കുക. അതെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. യേശു എന്നല്ല പറഞ്ഞ ദ മാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശു അല്ലെ ക്രൈസ്റ്റ് അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ദിസ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യൻ എന്നുള്ള ഒരു എന്താ പറയുക
അത് കാണിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം നേരത്തെ പറഞ്ഞിരിക്കുന്നത് ലേവി ഗോത്രത്തിൽപ്പെട്ട ലേവി ട്രൈബിൽപ്പെട്ടവർക്ക് മാത്രമേ കയറാൻ പറ്റുമായിരുന്നുള്ളെങ്കിൽ അതും ഒരു ഹൈ പ്രീസ്റ്റിന് മാത്രമേ കയറാൻ പറ്റുമായിരുന്ന സ്ഥലത്തേക്ക് മനുഷ്യവർഗത്തെ മൊത്തം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ചാപ്റ്റർ എബ്രായറിന്റെ 10ന്റെ 12ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദിസ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യവർഗത്തെ മൊത്തം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്വന്തം രക്തം കൊണ്ട് അല്ലെ സ്വന്തം രക്തം കൊണ്ട് യേശുക്രിസ്തു ഹോളി ഓഫ് ഹോളീസിലേക്ക് ചെന്നിരിക്കുന്നു. മനുഷ്യന്റെ കയ്യാൽ പണിതിരിക്കുന്ന വെറും നിഴലായിരിക്കുന്ന ഹോളിയിലേക്കല്ല പോയിരിക്കുന്നത്, യഥാർത്ഥ പിതാവിന്റെ പക്കലേക്ക് തന്റെ രക്തം കൊണ്ട് ചെന്നിരിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത് അല്ലെ, മനുഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കും യേശു ആ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലം ഭാഗത്ത് ഇരിക്കുന്നു അല്ലെ. ആ ഹോളി ഓഫ് ഹോളിയിലേക്ക് ചെന്നു എന്ന് മാത്രമല്ല, തന്റെ യാഗമെല്ലാം തീർന്നു, അതിനുശേഷം പിതാവിന്റെ വലഭാഗത്ത് ഇരിക്കുകയാണ്, രാജാവായിട്ട് വലഭാഗത്ത് ഇരിക്കണം. വലഭാഗം എന്ന് പറഞ്ഞ ശക്തിയാണ് കാണിക്കുന്നതെങ്കിൽ അല്ലെ, ഇരിക്കുക എന്ന് പറയുന്നത് രാജാക്കന്മാരാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇരിക്കുന്നില്ലേ ചോദിക്കുക, അങ്ങനത്തെ ഇരിപ്പിനെ പറ്റിയല്ല പറയുന്നത്. സിംഹാസനത്തിൽ പിതാവിന്റെ വലഭാഗത്ത് പിതാവിന്റെ ശക്തിയായിട്ട് വലഭാഗം കാണിക്കുന്ന ശക്തിയാണെങ്കിൽ അല്ലെ, നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. പുത്രന്മാരെന്ന് പറഞ്ഞ ശക്തിയെ കാണിക്കുന്നത് ദൈവത്തിന്റെ മകനായിട്ട് ദൈവത്തിന്റെ അല്ലെ വലഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുകയാണ്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ബട്ട് ദിസ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യനായിട്ട് തന്നെ നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെ യേശുക്രിസ്തു പിതാവിന്റെ വലം ഭാഗത്ത് ഇരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കും. 13ാമത്തെ വാക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 10:13 എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനായിട്ട് തന്നെ യേശുക്രിസ്തു, അത് നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. ദൈവത്തിന് ഹോളി ഓഫ് ഹോളീസ് ചെല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, കാരണം ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളത്. യേശുക്രിസ്തു ദൈവമാണ്, പിതാവിന്റെ എന്താ പറയാ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന് എന്താ പറയാ ദൈവമായിട്ട് തന്നെ ഹോളി ഓഫ് ഹോളീസിൽ കയറി ചെല്ലുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. പക്ഷെ മനുഷ്യനായിട്ട് എന്താ പറയാ ജൂഡ എന്ന ട്രൈബിലേക്ക് വന്നിട്ട് അല്ലെ, അവിടെ വന്ന രാജാവായിട്ട്, അപ്പൊ നമുക്ക് ജൂഡന്റെ കയ്യിലായിരിക്കും സെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അവരാണ് രാജാക്കന്മാർ. അപ്പൊ ജൂഡ ട്രൈബിൽപ്പെട്ട ഒരാളായിട്ട് ഡേവിഡിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവായിട്ട് മെൽക്കിസദേക്കിന്റെ എന്താ പറയുക ലീനിയേജ്, മെൽക്കിസദേക്കിനെ പോലെയുള്ള മഹാപുരോഹിതനായിട്ട് ജോൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, മോസസ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് മഹാപുരോഹിതൻ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ എന്നിട്ടും കൂടെ ദൈവം യേശുക്രിസ്തു മനുഷ്യന് രൂപം എടുത്തിട്ട് ആ മഹാപുരോഹിതനായിട്ട് മനുഷ്യനായിട്ട് തന്നെ ഹോളി ഓഫ് ഹോളീസിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഇന്നും മനുഷ്യനായിട്ട് തന്നെ പിതാവിന്റെ വലഭാഗത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിന്റെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ അവനൊരു എന്താ പറയുന്നത് രാജാക്കന്മാരെ ആക്കിയിരിക്കുന്നു, പുരോഹിതന്മാരുമാക്കിയിരിക്കുന്നു അല്ലെ. റോയൽ പ്രീസ്റ്റ്ഹുഡ് ഹോളി നേഷൻ എന്നാണ് പീറ്റർ പത്രോസ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളെ റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷൻ. അപ്പൊ നമ്മളെയും യേശുവിനെ പോലെ ആക്കിയിരിക്കുകയാണ് അല്ലെ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ യേശു എങ്ങനെയാണോ, യേശു മെൽക്കിസദേക്കിനെ പോലെ രാജാവും ഒരു മഹാപുരോഹിതനുമായിരിക്കുന്ന പോലെ തന്നെ നമ്മളെയും രാജാക്കന്മാരും പുരോഹിതന്മാരുമൊക്കെ, അവനാണ് മഹാപുരോഹിതൻ, നമ്മളെയും പുരോഹിതന്മാരാക്കി ആക്കിയിരിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്. മനുഷ്യരെ, വെറും മനുഷ്യരെ അല്ലെ. എന്താ പറയുക, നമ്മളെ പാപത്തിൽ മരിച്ചവരായിരുന്ന മനുഷ്യരെ. അതാ എഫേസ്യർക്ക് 2ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന 5 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ ക്രിസ്തു യേശുവിൽ നമ്മളെ കുറിച്ചുള്ള വാത്സല്യത്തെ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലത്തിൽ കാണിക്കേണ്ടത് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരിക്കുകയും ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തു അല്ലെ തന്നെ ഹോളി ഓഫ് ഹോളീസിലേക്ക് എൻ്റർ ചെയ്തു, തന്റെ രക്തം കൊണ്ട് ആ അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് ചെയ്തതിന് ശേഷം അല്ലെ, മനുഷ്യരെ റെപ്രസെന്റ് ചെയ്ത് എൻ്റർ ചെയ്തതിനു ശേഷം യേശു ക്രിസ്തു പിതാവിന്റെ വലംഭാഗത്ത് ഇന്ന് ഇരിക്കുന്നു, നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അല്ലെ. അപ്പൊ പറഞ്ഞിരിക്കുക എന്താ
നമ്മുടെ ട്രെസ്പാസിൽ, നമ്മുടെ പാപത്തിൽ, നമ്മുടെ അതിക്രമങ്ങളിൽ മരിച്ചുപോയ നമ്മളെ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനോടൊപ്പം നമ്മളെ ഇരുത്തിയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ഇരിക്കുക ചെയ്തിരിക്കുന്നത്, നിൽക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഏറ്റു നിൽക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു അവനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്ക്, എഫേസ്യർക്ക് ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിന്റെ 7-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും രാജാക്കന്മാരെ പോലെ തന്നെ നമ്മൾ അവനിലാണ്. ഇപ്പൊ കൊളോസ്യർക്ക് ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ചാപ്റ്ററിലെ 1 തൊട്ട് 4 വരെ വാക്കുകൾ വായിക്കാൻ നമുക്കറിയാം. നമ്മള് എന്താ യേശുവിന്റെ ഒപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. ഈ ക്രിസ്തു എവിടെയായിരിക്കുന്നു അവിടുത്തെ കാര്യം തിരക്കാന്ന് പറഞ്ഞിരിക്കുന്നു. 3-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് അവനിൽ മറിഞ്ഞിരിക്കുന്നവരാണ്, അല്ലെ? നമ്മൾ അവരില് മറിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് എന്ന് വെച്ചാൽ നമ്മൾ അവനിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ഒപ്പം നമ്മൾ ഹെവൻലി റിലംസിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോ, സ്വർഗത്തിൽ ഇരിക്കുന്നു പറയുമ്പോ അവനിലാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിന്റെ പേര് എന്ന് പറയുന്നത്, അല്ലെ, സകല വിധത്തിലുള്ള നാമത്തിനേക്കാളും വലിയ നാമമാണ്. നമുക്കറിയാം ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ? അവന്റെ പേരിനെ എല്ലാത്തിനേക്കാളും വലിയ നാമമാക്കി ഉയർത്തിയിരിക്കുക ദൈവം ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ അവന്റെ പേര് പോലെ ഒരു പേര് വേറെയില്ല. എല്ലാ മുഴങ്കാലും മടങ്ങും അവന്റെ മുമ്പിൽ, അല്ലെ? അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, സകല മുഴങ്കാലും യേശുവിന്റെ മുമ്പിൽ മടങ്ങും തന്നെ ചെയ്യും, അല്ലെ? അവന്റെ പേര് പോലെ വേറൊരു പേരില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ, അല്ലെ, അവനിൽ നമ്മൾ ആയിരിക്കുമ്പോ, അവനിൽ ഹിഡൻ ആയിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, അവനിൽ മറിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, യേശുവിന്റെ ഒപ്പം നമ്മള് സ്വർഗത്തിന്റെ എന്താ റിലംസിൽ, സ്വർഗത്തിൽ നമ്മൾ അവനിൽ മറിഞ്ഞിരിക്കുക, അവനിൽ സീറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, നമ്മളുടെ സ്ഥാനം എവിടെയാണെന്ന് വിചാരിച്ചു നോക്കിയേ. നമ്മളുടെ സ്ഥാനം എന്ന് പറഞ്ഞാല് യേശുവിലാണ് നമ്മളെ സ്ഥാനം. അവൻ ലോകത്തിനേക്കാൾ, എല്ലാത്തിനേക്കാളും, നമുക്ക് കാണാൻ പറ്റുന്ന കാണാൻ പറ്റാതിരിക്കുന്ന സകല ടീമിനേക്കാളും പിശാചിനേക്കാളും എല്ലാം മുകളിൽ, സകല പ്രിൻസിപ്പാലിറ്റിയും പവേഴ്സിന്റെയും എല്ലാത്തിന്റെയും മുകളിലാണ്, അല്ലെ? അതാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ഹോളി ഓഫ് ഹോളീസ്. ഒരിക്കൽ പോലും നമുക്ക് ജാതികളാൽ നിന്ന് നമുക്ക് അങ്ങോട്ട് എത്തിപ്പോലും നോക്കാൻ പറ്റാതിരുന്ന സ്ഥലത്തേക്ക് നമ്മളെ കയറ്റിയിട്ട്, അല്ലെ, നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ ചാപ്റ്റർ 19-ാമത്തെ വാക്കിന്റെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് ജീവനുള്ള പുതുവഴിയായി, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്തിലേക്ക് നമുക്ക് ചെല്ലാനുള്ള ഒരു വാതിലായിട്ട്, തിരശീലയായിട്ട് അവന്റെ ശരീരം പ്രവർത്തിക്കുന്നു. അത് അതിനെ തന്നെ, ആ തിരശീലയെ അവൻ മുറിച്ചിരിക്കുന്ന അദ്ദേഹത്തിൽ കൂടെ നമ്മൾക്ക്, അവനിൽ കൂടെ, അവന്റെ ശരീരത്തിൽ കൂടെ നമുക്ക് എൻട്രി, അവനാണ് വാതിൽ, അതിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്യാം. ഇന്ന് നമ്മളെ നമുക്കൊരു ജീവിക്കുന്ന ഒരു വഴി, അല്ല, ഒരു പുതുക്കമുള്ള ജീവനുള്ള വഴി നമ്മൾക്ക് വേണ്ടി അവൻ തുറന്നു തന്നിരിക്കുന്നു. അവന്റെ രക്തം വഴി നമ്മൾക്ക് സാധ്യമാണ്. നമ്മള് രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നു. അവൻ നമ്മുടെ മഹാപുരോഹിതനായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ട്. ദൈവത്തിന്റെ വലതുഭാഗത്ത് തന്റെ ശക്തിയായിട്ട് യേശു ഇരിപ്പുണ്ട്, അല്ലെ? മനുഷ്യനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ട്രൂ ഹൃദയത്തോടു കൂടി തന്നെ, അല്ലെ, നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് പ്രതീക്ഷ, ദൈവം തന്നിരിക്കുന്ന പ്രതീക്ഷ മുറുക്കെ പിടിച്ചുകൊണ്ട്, നമ്മുടെ ശരീരം ചുത്തവെള്ളത്താൽ കഴുകിക്കൊണ്ട്, ഹൃദയം തളിക്കപ്പെട്ട യേശുവിന്റെ രക്തം കൊണ്ട്, അല്ലെ, വാഷ് ചെയ്തവരായി നമ്മുടെ കോൺഷ്യസും നമ്മള് ചെയ്തിരുന്ന സകല പ്രവൃത്തികളെയും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ടവരായിട്ട് നമുക്ക് അങ്ങനെയായിട്ടുള്ള നമ്മൾ, അല്ലെ, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് പിതാവിന്റെ സിംഹാസനത്തിലേക്ക് നമ്മൾക്ക് എൻട്രി ചെയ്യാം, അങ്ങോട്ട് നമുക്ക് ചെല്ലാം എന്ന് പറഞ്ഞു, ദൈവത്തെ അപ്രോച്ച് ചെയ്യാം എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിതാവിന്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പിതാവ് കാണുന്ന സ്വന്തം പുത്രനെയാണ്. കാരണം നമ്മള് യേശുവിൽ ഒളിഞ്ഞിരിക്കുന്നവർ, നമ്മളും യേശുവിനെ പോലെ തന്നെ പുരോഹിതന്മാരാണ്, നമ്മള് രാജാക്കന്മാരാണ്, നമ്മളെ അങ്ങനെയാക്കി തീർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
അല്ലെ? അപ്പൊ അതാണ് നമ്മളുടെ പൊസിഷൻ. നമുക്കറിയാം പിശാച് നമ്മളെ പിതാവിന്റെ വലഭാഗത്തല്ല, പിതാവിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെന്റർ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല, അക്യൂസ് ചെയ്തിട്ട് ബ്രദേഴ്സിനെ അല്ല, എന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസികളെ അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ സ്ഥാനം എവിടെയാണ്? നമ്മളുടെ സ്ഥാനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവാണ് നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ്, യേശുവിലായിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പിശാച് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ എന്ത് പേടിക്കുന്നതെന്ന് വിചാരിച്ചു നോക്ക്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നശിച്ചു പോകുന്ന നമ്മുടെ പിതാവ് പറഞ്ഞതിന്റെ കാര്യം ഇതാ. യേശു നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നെന്ന് നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം, നമ്മൾ എന്താണ് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മള് നമ്മളെ നമ്മൾ എന്താ പറയുന്നത്, പിശാചിന്റെ കയ്യില് വെറും പന്തുകളായിട്ട് പാവുകളായിട്ട് നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുക എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ദൈവം തന്നെ നമ്മോട് പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് പിശാചിന്റെ സകല പവറിനെ ചവിട്ടി കൂട്ടാനുള്ള അധികാരവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എവിടെയാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. അല്ല, എന്താണ് നമ്മുടെ പൊസിഷൻ, ദൈവത്തിലുള്ള പൊസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, എന്താണ് ദൈവത്തിന്റെ ഹൃദയം നമ്മളോടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആദ്യമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി കഴിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താനെ മനസ്സിലാക്കാം. ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയാണ് നമ്മളോടുള്ളത് നമുക്ക് മനസ്സിലാക്കുക. റോയൽ പ്രീസ്റ്റ്ഹുഡ് ഹോളി നേഷൻ ആക്കിയിരിക്കുക. യേശുക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ ആക്കി വെച്ചിരിക്കുക, മനുഷ്യവർഗത്തെ. അപ്പൊ അതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമ്മളൊന്നും ചെയ്തതിന്റെ മിടുക്കാരനല്ല, പക്ഷെ അവന്റെ സ്നേഹം അതാണ്, അല്ലെ? അവന്റെ സ്നേഹത്തെ പറ്റി നമുക്ക് അറിവുള്ളപ്പോൾ പിശാച് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യവും നമ്മളെ ഏക്കത്തില്ല, അല്ലെ? നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല, അല്ലെ? നമ്മള് എന്തെങ്കിലും പണിയുമായിട്ട് അവൻ നമ്മുടെ നേരെ പോയപ്പോൾ നമ്മൾ പറയുന്ന വാക്കുന്ന എന്ന് വെച്ചാല്, യേശുവിന്റെ നാമത്തിൽ നിന്റെ അടുത്ത് പോലും വന്നു പോകും, അല്ലെ? അങ്ങനെ കൽപ്പിക്കാനുള്ള ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരാണ്, അല്ലെ? ദൈവത്തിൽ നമ്മൾ ആരാണ്? നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ ഉണ്ട്, സ്വർഗത്തിൽ ഉണ്ട്, ഒരു മനുഷ്യനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യേശുക്രിസ്തു ഇന്നും മനുഷ്യരായിട്ട് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യേശുക്രിസ്തു അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ തോറ്റുപോയവരല്ല, തോക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ക്രോസ് ഓഫ് കാൽവരി യേശു ജയിച്ചവനാണ്, അല്ലെ? ആ കാര്യം നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ ജയിപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നത് കർത്താവെ. ഞങ്ങൾ ഒരു കാലത്ത് തോറ്റവരായിരുന്നു കർത്താവ്, പിശാചിന്റെ പിടിയിലായപ്പെട്ടവരായിരുന്നു കർത്താവെ. ഈ ലോകത്തിന്റെ കാലത്തിനനുസരിച്ച്, ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു കർത്താവ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കർത്താവെ. കാരണം ഞങ്ങൾ അങ്ങനെ ഹിഡനായിരിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ഗോഡ്. ഓ കർത്താവ്, ഞങ്ങൾക്കായിട്ട് ചെയ്തത് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല വിധത്തിലുള്ള അനുഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്ന് കേട്ടിട്ട് ദൈവത്തിനകത്ത് മാത്രം